ഓം ശാന്തി 3/9/2024. ഇന്നത്തെ മുരളിയുടെ മെയിൻ പോയിന്റ്സ്. മധുരമായ കുട്ടികളെ, നിങ്ങൾ ഒരു പതിത ദേഹധാരിയോടും സ്നേഹം വയ്ക്കരുത്. എന്തുകൊണ്ടെന്നാൽ നിങ്ങൾ പാവന ലോകത്തിലേക്ക് പോവുകയാണ്. ഒരു ബാബയെ തന്നെ സ്നേഹിക്കണം. ബാബ പറയുന്നു, ഒരു ദേഹധാരിയെയും സ്നേഹിക്കരുത്, പകരം ഒരു ബാബയെ തന്നെ സ്നേഹിക്കണം. കാരണം ഇത് ഏറ്റവും മൂല്യമേറിയ പുരുഷോത്തമ സംഗമയുഗമാണ്. മുഴുവൻ കൽപ്പത്തിലും നാം ദേഹധാരികളെ തന്നെയാണ് സ്നേഹിക്കുന്നത്, അവരുടെ ഒപ്പം തന്നെയാണ് നിൽക്കുന്നത്. എന്നാൽ ഈ പുരുഷോത്തമ സംഗമയുഗത്തിൽ മാത്രമേ നമുക്ക് പരമാത്മാവിനെ അച്ഛനായി ലഭിക്കുന്നുള്ളൂ. തീർച്ചയായും പരമാത്മാവ് എല്ലായ്പ്പോഴും നമ്മുടെ അച്ഛൻ തന്നെയാണ്. എന്നാൽ ബാബയുടെ പരിചയം നമ്മൾക്ക് ലഭിക്കുന്നതും ബാബ സൃഷ്ടിയിലേക്ക് വന്ന് വിശ്വപരിവർത്തനത്തിൻ്റെ സേവനത്തിൽ നമ്മൾക്ക് അവസരം നൽകുന്നതും ഈ ഒരു സമയം മാത്രമാണ്. ഈ സമയത്തുള്ള ബാബയുമായുള്ള ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾക്ക് മുഴുവൻ കൽപ്പത്തിലും നമ്മുടെ ഭാഗ്യം ഉയർന്നതാകുന്നു. മുഴുവൻ കൽപ്പത്തിലും നമുക്ക് ദേഹധാരികളും ഉണ്ടായിരിക്കും, സാധന സാമഗ്രികളും ഉണ്ടായിരിക്കും. എന്നാൽ ഇപ്പോഴത്തെ സമയം മാത്രമേ പരമാത്മാവിൻ്റെ കൂടെ ഇരിക്കാൻ സാധിക്കുള്ളൂ. അതിനാൽ ദേഹധാരികളെ എല്ലാം വിട്ട് ഒരേ ഒരു ബാബയുമായി സ്നേഹം വയ്ക്കണം. കാരണം പുതിയ ലോകത്തിലേക്ക് പോകണം. ചോദ്യം: നിങ്ങൾ കുട്ടികൾ ഏത് സാധനത്തിനോട് ശല്യപ്പെട്ടു പോകരുത്? എന്തുകൊണ്ട്? ഉത്തരം: നിങ്ങൾക്ക് നിങ്ങളുടെ പഴയ ശരീരത്തിനോട് അല്പം പോലും ശല്യപ്പെട്ടു പോകരുത്. കാരണം ഈ ശരീരം വളരെ വളരെ മൂല്യമേറിയതാണ്. ആത്മാവ് ഈ ശരീരത്തിലിരുന്ന് ബാബയെ ഓർമ്മിച്ച് വളരെ വലിയ ലോട്ടറി എടുത്തുകൊണ്ടിരിക്കുകയാണ്. ബാബയുടെ ഓർമ്മയിലിരിക്കുകയാണെങ്കിൽ സന്തോഷത്തിൻ്റെ ടോണിക്ക് ലഭിച്ചുകൊണ്ടിരിക്കും. ഈ ബഹുമൂല്യമായ ജീവിതത്തിൽ ഏത് കാര്യത്തിനോട് നാം ശല്യപ്പെട്ടു പോകരുത്. അതായത് ഏത് കാര്യം നമ്മൾക്കൊരു ശല്യമായി തോന്നരുത്, ഉപദ്രവമായി തോന്നരുത്. അത് ഈ പഴയ ശരീരമാണ്. ഈ പഴയ ശരീരം കൊണ്ട് നമ്മൾ പൊറുതിമുട്ടി പോകരുത്. ഈ ശരീരം വളരെ വിലപിടിപ്പുള്ളതാണ്, ബഹുമൂല്യമാണ്. എന്തുകൊണ്ടെന്നാൽ ഈ ശരീരത്തിലിരിക്കെയാണ് നാം ബാബയെ ഓർമ്മിക്കുകയും ചെയ്യുന്നത്. അതുപോലെ തന്നെ സത്യയുഗത്തിലേക്കുള്ള ഏറ്റവും വലിയ ലോട്ടറി എടുക്കുകയും ചെയ്യുന്നത് ഈ ശരീരത്തിലിരുന്നു കൊണ്ടാണ്. അങ്ങനെയുള്ള ഈ ശരീരം ഈ സമയം വിട്ടുപോയാൽ പിന്നെ ഈ ജ്ഞാനത്തിൽ വരാനും ജ്ഞാനം മനസ്സിലാക്കിയെടുക്കാനും വളരെയധികം വർഷങ്ങൾ എടുക്കും. ഈ സമയത്ത് നമ്മൾക്കുള്ള അറിവ് ഇതേപോലെ നമ്മൾക്ക് അടുത്ത ജന്മത്തിലും ഉണ്ടാകണമെങ്കിൽ അതിന് വർഷങ്ങൾ എടുക്കും. അത്രയും സമയം നഷ്ടമാവുകയും ചെയ്യും. അതിനാൽ ഈ ശരീരത്തിന് നല്ല ശുഭഭാവനയും അതുപോലെ തന്നെ പാലനയും നൽകണം. എന്നാൽ ഈ ശരീരത്തിൽ പെട്ടുപോകരുത്. ഈ ശരീരത്തിലിരിക്കെ തന്നെ ബാബയുടെ ഓർമ്മയിലിരിക്കുകയാണെങ്കിൽ ഈ ശരീരത്തെ മുന്നോട്ട് നയിക്കുന്നതിനുള്ള സന്തോഷത്തിൻ്റെ മരുന്ന് ലഭിച്ചുകൊണ്ടിരിക്കും. ധാരണയ്ക്കുള്ള മുഖ്യസാരം: 1. സദാ ജ്ഞാനരത്നം എടുക്കുന്ന ഹംസമാകണം. മുത്ത് തന്നെ എടുക്കണം, ചവറ് വിട്ടുകളയണം. ഓരോ കാൽവയ്പിലും പദമങ്ങളുടെ സമ്പാദ്യം ശേഖരിച്ച് പദമാപദം ഭാഗ്യശാലി ആകണം. 2. ഉയർന്ന പദവി എടുക്കുന്നതിന് ടീച്ചറായി വളരെയധികം പേരുടെ സേവനം ചെയ്യണം. കമലപുഷ്പ സമാനം പവിത്രമായി തനിക്ക് സമാനം ആക്കണം. മുള്ളുകളെ പുഷ്പമാക്കണം. ആദ്യത്തെ പോയിന്റിൽ ബാബ പറയുന്നു, നമ്മൾ ഓരോരുത്തരും ഹംസമാകണം. ഹംസം നല്ലതു മാത്രമേ ഗ്രഹിക്കുന്നുള്ളൂ, മോശമായവ ഗ്രഹിക്കുന്നില്ല. അതുപോലെ
നമ്മളും നല്ലതു മാത്രം ഗ്രഹിക്കുക, മോശമായത് എടുക്കരുത്. ഓരോ കാൽവയ്പിലും നാം ബാബയുടെ ഓർമ്മയിലൂടെ പദമങ്ങളുടെ സമ്പാദ്യം എടുക്കണം. ഇതിലൂടെ നാം പദമാപദം ഭാഗ്യശാലി ആയിത്തീരുന്നു. രണ്ടാമത്തെ പോയിന്റിൽ ബാബ പറയുന്നു, ഉയർന്ന പദവി എടുക്കുന്നതിന് നാം സ്വയം പഠിക്കണം, മറ്റുള്ളവരെയും പഠിപ്പിക്കണം. ധാരാളം പേരെ പഠിപ്പിക്കുന്നതിലൂടെയാണ് ഉയർന്ന പദവി എടുക്കാൻ സാധിക്കുന്നത്. ഒപ്പം കമലപുഷ്പം സമാനം പവിത്രമായിരുന്ന് തനിക്ക് സമാനം മറ്റുള്ളവരെയും ആക്കണം. നാം പവിത്രമാകുന്നതിലൂടെ നമ്മുടെ വാക്കുകളിലും ചിന്തയിലും കർമ്മത്തിലും പവിത്രത തിളങ്ങും. അത് കണ്ട് മറ്റുള്ളവരും അതുപോലെ ആയിത്തീരണം. മുള്ളുകളെ പോലുള്ള മനുഷ്യർക്കും ജ്ഞാനം നൽകി അവരിൽ ധാരണയുണ്ടാക്കി പുഷ്പമാക്കി മാറ്റണം. വരദാനം: എൻ്റെ നിന്റെ എന്ന ചഞ്ചലതയെ സമാപ്തമാക്കി ദയയുടെ ഭാവന ഇമർജ് ചെയ്യുന്ന മെഴ്സിഫുൾ ആയി ഭവിക്കട്ടെ. ഓരോ സമയത്തും എത്ര ആത്മാക്കൾ ദുഃഖത്തിൻ്റെ അലകളിൽ വരുന്നു. പ്രകൃതിയുടെയും ഇളക്കം സംഭവിക്കുന്നു, വിപത്തുകൾ വരുന്നു. അപ്പോൾ അനേക ആത്മാക്കൾ പിടയുന്നു. മെഴ്സി അല്ലെങ്കിൽ ദയ ആഗ്രഹിക്കുന്നു. ഇങ്ങനെയുള്ള ആത്മാക്കളുടെ വിളി കേട്ട് ദയയുടെ ഭാവന ഇമർജ് ചെയ്യൂ. പൂജ്യ സ്വരൂപത്തിൻ്റെ ദയാലുവിൻ്റെ ധാരണ ചെയ്യൂ. സ്വയം സമ്പന്നമാക്കൂ. എങ്കിൽ ദുഃഖത്തിൻ്റെ ലോകം സമ്പന്നമായി തീരും. ഇപ്പോൾ പരിവർത്തനത്തിൻ്റെ ശുഭഭാവനയുടെ അലകൾ തീവ്രഗതിയിൽ പരത്തൂ. എന്നാൽ എൻ്റെ നിൻ്റെയുടെ ഇളക്കങ്ങൾ സമാപ്തമായി തീരും. നാം നമ്മുടെ കർത്തവ്യത്തിൽ ശ്രദ്ധ കൊടുക്കുമ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങൾ സമാപ്തമാകുന്നു. നമ്മുടെ കർത്തവ്യമാണ് ദുഃഖിച്ചിരിക്കുന്ന ആത്മാക്കൾക്ക് ദയ കൊടുക്കുക, ജ്ഞാനം കൊടുക്കുക, അവർക്ക് ശക്തി പ്രദാനം ചെയ്യുക. ഇതിനായി നാം സ്വയം സമ്പന്നമാകുമ്പോൾ ലോകത്തിൻ്റെ തന്നെ സ്ഥിതി മാറുന്നു. ലോകം തന്നെയും സമ്പന്നമാകുന്നു. ഇതിനായി ദയയുടെ ഭാവന ഇമർജ് ചെയ്യണം. ഇപ്രകാരം പരിവർത്തനത്തിൻ്റെ കാര്യത്തിൽ ശുഭഭാവനയുടെ അലകൾ തീവ്രഗതിയിൽ പരത്തുകയാണെങ്കിൽ എൻ്റേത് നിൻ്റേത് തുടങ്ങിയ ചെറിയ ചെറിയ കാര്യങ്ങൾ സമാപ്തമാകും. സ്ലോഗൻ: വ്യർത്ഥ സങ്കല്പങ്ങളുടെ ചുറ്റിക കൊണ്ട് പ്രശ്നങ്ങളാകുന്ന കല്ലിനെ പൊട്ടിക്കുന്നതിന് പകരം ഹൈ ജമ്പ് ചെയ്ത് പ്രശ്നങ്ങളാകുന്ന പർവ്വതത്തെ മറികടക്കുന്നവരാകൂ. ഒരു കാര്യം വരുമ്പോൾ അതിൻ്റെ എന്ത്, എന്തുകൊണ്ട്, എങ്ങനെ തുടങ്ങിയ ചോദ്യങ്ങളിലേക്ക് പോകുമ്പോൾ വ്യർത്ഥ സങ്കല്പങ്ങൾ തുടങ്ങുകയാണ്. ഈ വ്യർത്ഥ സങ്കല്പങ്ങളെ കൊണ്ട് പ്രശ്നം പരിഹരിക്കുകയോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതൽ അറിയാനോ ശ്രമിക്കുന്നതിന് പകരം നാം ഹൈ ജമ്പ് നൽകി പ്രശ്നങ്ങളാകുന്ന പർവ്വതത്തെ മറികടക്കുന്നവരാകണം. ഓം ശാന്തി.